നമ്മൾ ലേവ്യ യാഗങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. 1-2 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ യാഗങ്ങളെക്കുറിച്ച് പൊതുവിൽ ശ്രദ്ധിച്ചു. ഹോമയാഗത്തെക്കുറിച്ച് നമ്മൾ പഠനം ആരംഭിച്ചു. എന്നാൽ ഇന്ന് ആ ബുക്കിലോട്ട് ഇറങ്ങി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. വളരെ കൃപയോടുകൂടെ ദൈവജനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ 1-2-3 വാക്യങ്ങളൊക്കെ 2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് പോകാം. അല്പം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതെല്ലാം വിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 3-ാം വാക്യം നമുക്കെടുക്കാം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയ്ക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. നമുക്ക് ഇവിടെ ഇന്ന് പഠനം ആരംഭിക്കാം. 1, വഴിപാടായി കന്നുകാലിയിൽ ഒന്നിനെ ഹോമയാഗമായി അർപ്പിക്കുന്നെങ്കിൽ ഹോമയാഗത്തിന്റെ പ്രമാണമാണ് ഈ 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിക്കുന്നത്. പുരോഹിതന്മാരോടുള്ള പ്രമാണം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ ആദ്യം ദൈവം പറയുന്ന യാഗം ഹോമയാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു, യാഗങ്ങൾ 5 എണ്ണം ഉണ്ടെങ്കിലും യാഗങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന യാഗം ഹോമയാഗമാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നും രാവിലെയും വൈകിട്ടും 365 ദിവസവും യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടത് ഹോമയാഗമാണ്. രാവിലെ 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടി, വൈകിട്ട് 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ, 2 ആട്ടിൻകുട്ടിയെ ഒരു ദിവസം അർപ്പിക്കും. 365 ദിവസവും അത് അർപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് നിരന്തര ഹോമയാഗം എന്ന് പേരുണ്ടായി. ദൈവം അത് ആവശ്യപ്പെട്ടു അങ്ങനെ കൊടുക്കാൻ. പിന്നീട് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നിന്ന് കാണുകയുണ്ടായി, മറ്റ് യാഗങ്ങളോട് ഹോമയാഗം തുലനം ചെയ്യുമ്പോൾ ഹോമയാഗമാണ് ഏറ്റവും അധികം അർപ്പിക്കുന്നതെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ പ്രാരംഭത്തിൽ തന്നെ പഠിക്കുകയുണ്ടായി, ഈ യാഗങ്ങൾ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ നിഴലാണ്. കർത്താവിനെ മനസ്സിലാക്കാൻ, കർത്താവിന്റെ സമർപ്പണം, ജീവിതം, മരണം, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചെന്നൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ഈ 5 യാഗങ്ങൾ എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടു, ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഇഫ് യു ആർ ഓഫറിങ് എ ബേൺഡ് ഓഫറിങ്, നമ്മൾ എന്തുകൊണ്ടാണ് അതിന് ബേൺഡ് ഓഫറിങ് എന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, അത് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ബേൺഡ് ഓൺ ദ ഓൾട്ടർ. ഒരു യാഗവസ്തു കൊണ്ടുവന്നാൽ അർപ്പിക്കുന്ന പുരോഹിതനും അർപ്പകനും ഒക്കെ ഭക്ഷിക്കാനുള്ള ഭാഗങ്ങൾ കിട്ടാറുണ്ട് ചില യാഗങ്ങളിൽ. എന്നാൽ ഈ യാഗങ്ങളിൽ അത് പൂർണ്ണമായി യാഗപീഠത്തിൽ ദഹിക്കുന്നതുകൊണ്ട് അതിന് ഹോമയാഗം അല്ലെങ്കിൽ ബേൺഡ് ഓഫറിങ് എന്ന പേരായി. 2 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, അതിന്റെ മധ്യഭാഗത്തിൽ പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. ആ വാക്ക് കണ്ടോ? പുരോഹിതൻ സകലവും. അതിന്റെ 13-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. അവിടെയും വായിക്കുന്നു, അവൻ വെള്ളത്തിൽ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസന ദഹനമായി യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. ഇവിടെ 2 ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്, സകലവും, ഓൾ ഓൺ ദ ഓൾട്ടർ, എല്ലാം യാഗപീഠത്തിൽ അർപ്പിക്കണം. എബ്രായ വാക്കിൽ ഈ ഹോമയാഗമെന്ന വാക്കിന് ഒരല്പം കൂടെ ആശയമുണ്ട്. ആ ആശയം ടു അസെൻഡ് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കരേറുക എന്നുള്ള ഒരാശയമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഈ യാഗവസ്തുവിന്റെ യാഗപീഠത്തിൽ സമ്പൂർണമായി ദഹിക്കുമ്പോൾ അതിന്റെ സൗരഭ്യം ഉയരത്തിലേക്ക് കരേറുകയാണ്. ദൈവത്തിന് പ്രസാദമായി, പ്രമോദമായി അത് തീരുകയാണ്. ആ ആശയമാണ് എബ്രായ വാക്കിൽ ബേൺഡ് ഓഫറിംഗ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നത്. എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? ബേസിക്കലി ഇറ്റ് typifies the perfect devotion and dedication of Christ to his Father.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ പിതാവിനോടുള്ള സമർപ്പണവും അവനോടുള്ള സ്നേഹവും മൂലം അവന്റെ സേവനവും അവന്റെ പരമയാഗവും ദൈവത്തിനായി അർപ്പിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഹോമയാഗം എന്തിനെ കാണിക്കുന്നു? സമ്പൂർണമായി ദഹിപ്പിക്കുന്നു, പൂർണ്ണമായി യാഗപീഠത്തിൽ കൊടുക്കുന്നു, അത് ദൈവത്തിന് സൗരഭ്യമായ ഉയരത്തിലേക്ക് കരയേറുന്നു. ഇത് വാസ്തവത്തിൽ തന്റെ പുത്രന്റെ സമ്പൂർണമായ പിതാവിനോടുള്ള സ്നേഹം, സമർപ്പണം, ആ ശുശ്രൂഷയിലും അവന്റെ പരമയാഗമായ ക്രൂശുമരണത്തിലും വെളിപ്പെടുത്തുന്ന ആ സമ്പൂർണമായ ഒരു 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 അവന്റെ സമർപ്പണവും മരണത്തെയും അത് വരച്ചു കാണിക്കുന്നു. നമുക്ക് നോക്കാം, വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കാം. നമുക്ക് 40 സങ്കീർത്തനവും നോക്കാം. ഞാനത് വായിക്കാൻ തന്നെ ഉദ്ദേശിച്ചതിന്റെ കാരണം അത് യേശുക്രിസ്തുവിനടുത്ത് കോട്ട് ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. സങ്കീർത്തനങ്ങൾ 40 ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിന് 7-8 വാക്യം പറഞ്ഞാൽ വായിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അത് വളരെ നോട്ട് ചെയ്യുക. അതായത് ദാവീദ് പറയുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ വാക്ക് യേശുക്രിസ്തുവിനടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ മറിക്കാതെ ഒരു വിരൽ വെക്കുക. എബ്രായലേഖനം 10-ാം അധ്യായം എടുക്കുക. നമുക്ക് ഈ വായിച്ച ഹോമയാഗത്തിന്റെ നമുക്ക് ആശയം ഈ ഒറ്റ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ 40-ാം സങ്കീർത്തനം 7-8 വാക്യം ദാവീദ് പറഞ്ഞത് യേശുക്രിസ്തുവിന് വേണ്ടി എടുത്ത് കോട്ട് ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസം നോക്കിയാട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ട നിങ്ങള് ആ വ്യത്യാസം കണ്ടോ? ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? അത് വളരെ വിപുലമായ ആശയം നമുക്ക് തരുന്നു. ദാവീദ് പറയുമ്പോൾ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഐ ഡിലൈറ്റ് ടു ഡു യുവർ വിൽ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴോ ആ വാക്കെടുത്ത് കളഞ്ഞിട്ട് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്നുള്ളതല്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഐ കം ടു ഡു യുവർ വിൽ. David delighted to do his will, but Christ came to do his will. ഈ വ്യത്യാസം കണ്ടോ? അതെടുത്ത് കോട്ട് ചെയ്തപ്പോൾ ആ വ്യത്യാസം കണ്ടോ? അതാണ് കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ മരണവും. സമ്പൂർണമായി പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ദൈവപുത്രൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. നമ്മുടെ കർത്താവിന്റെ സമർപ്പണമാണ് ഇവിടെ കാണുന്നത്. അവന്റെ പിതാവിനോടുള്ള ഡിവോഷനാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് നോക്കാം. ദാവീദ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെട്ടെങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. 4-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നോക്കിയാട്ടെ. അവിടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് 2-3 വാക്യങ്ങളൊക്കെ വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നതിന്റെ എന്റെ ആഹാരം. എന്റെ ആഹാരം എന്ന് പറയുന്നത് മൈ ഫുഡ് ഈസ് ടു ഡു ദ വിൽ ഓഫ് ഹിം ഹു സെന്റ് മീ. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം, എന്റെ ഫുഡ്. 5:30 നോക്കിയാട്ടെ. 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, എന്നെ കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്ന പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകും. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്. വീണ്ടും നമുക്ക് നോക്കാം, 6-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. 6:38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ എന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. എത്ര സത്യമാണെന്ന് നോക്കിയാട്ടെ. ദാവീദ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെട്ടു, ഡിലൈറ്റ് ചെയ്തു. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു എന്ന് പറയാൻ നിവൃത്തിയില്ല. ദാവീദിന് പല പരാജയങ്ങൾ സംഭവിച്ചു.
എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്റെ ആഹാരം എന്ന് പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ആ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിച്ച ദൈവത്തിന്റെ പുത്രന്റെ സമർപ്പണവും ആ ത്യാഗപൂർണമായ അവന്റെ മരണവുമാണ് ഈ ഹോമയാഗത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾക്കറിയാം, 2 പ്രാവശ്യം യേശുക്രിസ്തുവിനെ സ്വർഗം തുറന്ന് സാക്ഷീകരിച്ചു. അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. തന്റെ സ്നാന സമയം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തീർന്നില്ല. മറുരൂപമലയിൽ അവൻ ക്രൂശിക്കപ്പെടുന്നതിന് അല്പം മുമ്പ് വീണ്ടും മത്തായി 17-ന്റെ 5-ൽ വായിക്കുന്നു, സ്വർഗം തുറന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. നമ്മൾ ആ വാക്യം ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 30 വർഷം ജീവിച്ച ജീവിതം പിതാവ് സാക്ഷിക്കുകയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. തീർന്നില്ല. അവന്റെ പരസ്യ ശുശ്രൂഷ അത് അവസാനിക്കുമ്പോഴും പിതാവ് സാക്ഷിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അത് പിതാവിന് പ്രസാദകരമായ ഒരു ജീവിതവും മരണവും. നമുക്ക് ഈ ലേവ്യ പുസ്തകത്തിന്റെ 1-ാം അധ്യായം വീണ്ടും നോക്കാം. 1-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. 3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 9-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്, സകലവും യാഗപീഠത്തിൽ ഹോമയാഗമായി ദഹിപ്പിക്കണം, അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. സോറി, ഞാനത് അണ്ടർലൈൻ ചെയ്യുകയുണ്ടായി. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. 13-ാം വാക്യത്തിന്റെ അവസാനം, ഈ കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. തീർന്നില്ല. 17-ാം വാക്യത്തിന്റെ അവസാനം, അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. പ്രിയപ്പെട്ട, നമ്മൾ ഓർക്കണം, അത് പിതാവിന് സൗരഭ്യമായിരുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് വാസ് എ സ്വീറ്റ് സേവർ ടു ദ ലോർഡ്. സ്വീറ്റ് സേവർ എന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവിതവും ഇവന്റെ മരണവും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്, അത് നമ്മൾ കണ്ടു. ആ വാക്കിന്റെ അർത്ഥം തന്നെ ടു അസെൻഡ്, സ്വർഗത്തിലേക്ക് അതിന്റെ സൗരഭ്യം കരേറുകയാണ്. അവന്റെ ജീവിതം പിതാവ് ശ്രദ്ധിച്ചപ്പോൾ പിതാവിന് സൗരഭ്യപൂർണമായിരുന്നു. ഇറ്റ് വാസ് എ സ്വീറ്റ് സേവർ. നമ്മോടും പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 6:10 വായിക്കുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നമ്മളും അതാണ് ആഗ്രഹിക്കേണ്ടത്, നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ തന്റെ പുത്രൻ ആ പിതാവിന്റെ പൂർണ്ണ ഇഷ്ടം നിർവഹിച്ചു. അത് ദൈവത്തിന് സൗരഭ്യവാസനയായ ദഹനയാഗമായി. അവന്റെ ജീവിതം ഒരു പ്രമോദമായിരുന്നു ദൈവത്തിന്. നമുക്ക് കൂടുതലായ കാര്യങ്ങൾ ഈ ഹോമയാഗത്തിൽ നിന്ന് പഠിക്കാം. നമുക്കിനിയും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ബൈബിളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ 3 ഗ്രേഡ്സ് ഉള്ള 3 നിലവാരത്തിലുള്ള യാഗങ്ങളാണ് അർപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ വായിക്കുന്നു 3-ാം വാക്യത്തില്, അവന്റെ വഴിപാട് കന്നുകാലികളിൽ ഒന്ന് ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ ആയിരിക്കും. എന്താ കന്നുകാലികളിൽ ഊനമില്ലാത്ത ആണ്? കാളയാണ്, ഓക്സ്. കന്നുകാലികളിൽ ഊനമില്ലാത്ത ആണെന്ന് പറയുന്നത് കാളയാണ്. നമുക്ക് അവിടേക്ക് വരാം. 2, 10-ാം വാക്യം നോക്കിയാട്ടെ. 10 തൊട്ടുള്ള വാക്യം, ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിൽ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ചെമ്മരിയാടോ കോലാടോ ആകാം. ഇനി 14-ഉം 17-ഉം വാക്യം, 14 തൊട്ടുള്ള വാക്യം, യഹോവയ്ക്ക് അവന്റെ വഴിപാട് പറവുകളിൽ ഒന്നിനെ കൊണ്ട് ഹോമയാഗമാകുന്നുവെങ്കിൽ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. ഡൗസ് ഓർ യങ് പിജിയൻസ്. 3 ഗ്രേഡ്സിലുള്ള യാഗമാണ് ദൈവം കൽപ്പിച്ചാക്കിയത്. 1 കാള, 2 നമ്മൾ വായിച്ചതുപോലെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ചെമ്മരിയാടോ കോലാടോ, 3 പറവുകളിൽ നിന്നാണെങ്കിൽ നമ്മൾ കണ്ടു അത് കുറുപ്രാവോ പ്രാവിന്റെ കുഞ്ഞോ ആയിരിക്കണം. 3 ഗ്രേഡ്സ് ആണ് അവിടെ അർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ
ആത്മീക അർത്ഥം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നോക്കുക, ഈ 3 നിലവാരത്തിലുള്ള യാഗവസ്തുക്കളും ദൈവപുത്രനെ വരച്ചു കാണിക്കും. ഇത് 3 കൊണ്ട് വരുന്ന വ്യക്തിയെയും ദൈവം സ്വീകരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഒരു വ്യക്തിക്ക് കാളെ കൊണ്ടുവരാനുള്ള പ്രാപ്തിയുണ്ട്, മറ്റൊരു വ്യക്തി ആടിനെ കൊണ്ടുവരാനുള്ള പ്രാപ്തിയുണ്ട്, മറ്റൊരാള് അതിനുള്ള പ്രാപ്തികളേ ഇല്ല. അവൻ ദരിദ്രനായിപ്പോയി, അവനൊരു പ്രാവിനെ കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മള് ക്രിസ്തുവിന്റെ ആ ജീവിതവും സമർപ്പണവും മരണത്തെക്കുറിച്ചുള്ള അപ്രീസിയേഷന്റെ വ്യത്യസ്ത നിലവാരം വിശ്വാസികളിൽ കാണിക്കുകയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അപ്രീസിയേഷൻ, നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ അറിവ്, നമ്മൾ അവന്റെ സന്നിധിയിൽ വരുമ്പോൾ അവന് കൊടുക്കാൻ വരുന്നത് വ്യത്യസ്ത നിലവാരത്തിലാണ്. ഏറ്റവും ചെറിയ ഒരു പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുപോലും വന്നാലും ദൈവം അവനെ സ്വീകരിക്കുന്നു. കാരണം അവൻ വരുന്നത് ദൈവപുത്രനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിലും അപ്രീസിയേഷനിലുമാണ്. നമുക്കെന്നാൽ ഇതിന്റെ ആശയങ്ങള് പുറകെ ശ്രദ്ധിക്കാം. എന്നാല് ഒരു ഭാഗം കൂടെ ഞാനത് ചൂണ്ടിക്കാണിച്ചോട്ടെ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം എടുത്താട്ടെ, നമുക്കതൊന്ന് വായിക്കണം. ദൈവമക്കൾ എന്നുള്ള നിലയിൽ ആ ഭാഗം ഒന്ന് വായിക്കാൻ നമ്മൾ കടംപെട്ടവരാണ്. നോക്കുക, ആവർത്തന പുസ്തകം 16-ാം അധ്യായം, Deuteronomy chapter 16, അതിന്റെ 16-17 വാക്യം നോക്കിയാട്ടെ. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാരപ്പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് ഒത്തവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഇത് വളരെ ഗൗരവത്തോടുകൂടി ഇസ്രായേൽ മക്കൾ കണ്ട ഒരു പ്രമാണമാണ്. ദൈവം അവരെ സൗജന്യമായി ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. കുഞ്ഞാടിന്റെ ചോരയാൽ അവരൊന്നും കൊടുക്കാതെ അവരെ സൗജന്യമായി ദൈവം അവിടുന്ന് വിടുവിക്കുക. സംഹാര ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവം സൗജന്യമായി അവരെ വിടുവിച്ചു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പിന്നീട് അവർ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടു, നിങ്ങൾ വെറും കൈയായി വരരുത്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് ഒത്തവണ്ണം വേണം നിങ്ങൾ കൊണ്ടുവരാൻ. ഒരു കാര്യം ഒന്ന് ഓർത്തേ, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു, ഇത് യഥാർത്ഥമായ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ മനോഹരമായ ഒരു ചിത്രമാണ്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ഒരു ചിത്രമാണ് ഇതെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വെറും കൈയായി വരരുത്. We need to have an appreciation about him. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ ഓർത്ത് അവന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അവനെ നമ്മൾ ധ്യാനിച്ച് നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിനൊത്തവണ്ണം നാം അവനെക്കുറിച്ചുള്ള ചിന്തകളുമായി വേണം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടുവരുവാൻ. ഇനി ഇവിടെ മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കുക, ഏറ്റവും നമ്മൾക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരാം. നമ്മൾ ഇനിയും ആ യാഗത്തിന്റെ ഇച്ചിരൂടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ നോക്കുക, ഇവിടെ 3-ാം വാക്യത്തിൽ അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിന്റെ ഡിവോഷനാണ്, അവന്റെ സമർപ്പണമാണ്, അവന് പിതാവിനോടുള്ള അവന്റെ സേവനമാണ്. എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നത്. എന്റെ ആഹാരം എന്ന് പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ പിതാവിനെ പ്രസാദിപ്പിക്കും. ദാവീദ് പറഞ്ഞു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും. ആ വിധത്തിൽ പിതാവുമായ ദൈവത്തെ പ്രസാദിപ്പിച്ച, അവന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു തീർത്ത ദൈവപുത്രനെ യാഗത്തിൽ വരച്ചു കാണിക്കുമ്പോൾ
ആദ്യം വരച്ചു കാണിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു കാളയാണ്. ആലോചിച്ച് നോക്കിക്കേ, യാഗത്തിൽ ദൈവം ആദ്യം പറയുന്നത് ഒരു യാഗവസ്തു കാളയാണ്. ഫസ്റ്റ് ആനിമൽ ഇൻ ദ സാക്രിഫൈസ്. ഇത് എത്ര വിലപ്പെട്ടതാണെന്ന് നോക്കിയാട്ടെ. ഒരു കാള അല്ലെങ്കിൽ ഒരു ബുള്ളോക്ക്, നമുക്കറിയാം അത് യജമാനനെ സേവിക്കുന്ന ശാന്ത സ്വഭാവമുള്ള ഒരു മൃഗമാണ്. ഒരു കാള ശാന്ത സ്വഭാവമുള്ളതാണ്. അത് വൃത്തിയുള്ള ഒരു ആനിമലാണ്. അത് മാത്രമല്ല, അത് യജമാനനെ അറിയുന്ന സേവിക്കുന്ന ഒരു മൃഗമാണ്. നമ്മൾ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, കാള തന്റെ ഉടയവനെയും. വായിച്ചേക്കാം. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ 3-ാമത്തെ അറിയാവുന്ന വാക്യമാണ്, പക്ഷെ നമുക്ക് ഈ തരുണത്തിൽ ഒന്ന് വായിച്ചേക്കാം. 1-ന്റെ 3-ാം വാക്യം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കാള തന്റെ ഉടയവനെ അറിയുന്നു. കാളയ്ക്ക് അതിന്റെ ഉടമസ്ഥനെ അറിയാം. ഒരു ദാസന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ കാള. ഞാൻ പറഞ്ഞു, യജമാനന്റെ വയൽ ഉഴുതു കൊടുക്കുന്നു, യജമാനന്റെ കറ്റകൾ വീട്ടിലെത്തിക്കുന്നു, യജമാനന്റെ സാധനങ്ങളുടെ ഭാരം അത് വഹിക്കുന്നു, യജമാനു വേണ്ടി വയല് ഉഴുകുകയും കറ്റ ചുമക്കുകയും കറ്റ മെതിക്കുകയും യജമാനു വേണ്ടി ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഈ മൃഗം, ഈ കാള, ദൈവപുത്രൻ പിതാവിന്റെ ദാസനായി വന്നതിന്റെ എത്ര മനോഹരമായ ചിത്രം. കാളവന്റെ ഉടയവനെ അറിയുന്നു. നമുക്ക് വീണ്ടും യെശയ്യാവ് 42-ന്റെ 1 പിതാവായ ദൈവം പറയുന്ന ഒരു വാക്ക് നോക്കിയാട്ടെ. യെശയ്യാപ്രവചനം 42-ന്റെ 1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ബ്രദർ. ഓ ബ്രദേഴ്സ്, അത് സൗരന്മാരെ, ആ വാക്ക് പ്രത്യാൽ നോക്കുക. പിതാവായ ദൈവം പുത്രനെ നോക്കി പറയുകയാണ്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. Behold my servant whom I uphold. എന്റെ ദാസൻ. വീണ്ടും യെശയ്യാവ് 52 നോക്കിയാട്ടെ. പ്രവാചകനിലൂടെ ദൈവം പറയുന്ന വാക്കാണ്. യെശയ്യാവ് 52-ന്റെ 13-14 വാക്യം. എന്റെ ദാസൻ കൃതാർത്ഥനാ, അവൻ ഉയർന്ന പൊങ്ങി അത്യന്തം ഉയർന്നിരിക്കും. നോക്കുക, എന്റെ ദാസൻ. അവിടെ വീണ്ടും വായി, ബിഹോൾഡ് മൈ സെർവന്റ്, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ. യെശയ്യാവ് 3-ാം അധ്യായം ഒന്ന് എടുക്കാം. യെശയ്യാപ്രവചനം, ക്ഷമിക്കണേ, സക്രിയാപ്രവചനം 3-ാം അധ്യായം. അവിടെയും നമ്മൾ വായിക്കുന്നു. അതിന്റെ സക്രിയാപ്രവചനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പ്രവാചകൻ പറയുന്നു, മഹാപുരോഹിതന യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുക, അവൻ അത്ഭുത ലക്ഷണമുള്ള ഒരു പുരുഷനല്ലോ. അവൻ അത്ഭുത ലക്ഷണ പുരുഷനല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ എന്റെ ദാസനായ മുള. Behold, I am bringing forth my servant the branch. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം തീർന്നില്ല. എന്റെ സൗരന്മാരെ, പുതിയ നിയമത്തിൽ നമുക്കൊന്ന് വരാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണെങ്കിലും ഈ തരുണത്തിൽ ഇതോട് ചേർത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനത് ഇതോടുള്ള ബന്ധത്തിൽ വീണ്ടും ധ്യാനിച്ചപ്പോൾ അതിന്റെ ബ്യൂട്ടി എത്ര മനോഹരമാണ്. ഫിലിപ്പി ലേഖനം 2-ന്റെ 5 തൊട്ടുള്ള വാക്യം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം. യേശുക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, അടുത്ത ഭാഗം നോക്കി, ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദാസരൂപമെടുത്ത് അനുസരണമുള്ളവനായി. എത്രത്തോളം? മരണത്തോളം അനുസരണമുള്ള ഒരു ദാസന് യജമാനനെ പ്രസാദിപ്പിക്കുവാൻ ആ പിതാവ് ഇച്ഛിച്ചു. അവൻ മരിക്കണം. മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദാസനായി അവനെ കാണും. നമുക്ക് കാണാതറിയാവുന്ന ഒരു വാക്യമാണ്.
എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. അവൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും. മനോഹരമായ ദൃഷ്ടാന്തം. നമ്മുടെ കർത്താവിനെ ലൂക്കോസ് 19 കടന്നു വരുമ്പോൾ അന്ത്യത്താഴ സമയത്ത് തൂർത്തെടുത്തറയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകി ഒരു ദാസൻ, ഒരു അടിമയുടെ വേഷം ധരിച്ച് അവിടെ ശുശ്രൂഷിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്ത് തീർത്ത ദൈവത്തിന്റെ പുത്രൻ. യെസ്, നമുക്കെത്ര വലിയ മാതൃകയാണ്. ഈ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മള് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, സ്വർഗത്തിലെ പോലെ തന്നെ നിന്റെ ഇഷ്ടം ഭൂമിയിലും നിവർത്തിക്കും. നമ്മൾ എത്രയോ അതിന് കൊടുക്കുവാൻ കടംപെട്ടവരാണ്. മൈ സർവ്. ഞാന് യെശയ്യാപ്രവചനത്തിൽ നിന്ന് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടെ ഇതോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 53 നമ്മൾ പലപ്പോഴും വായിച്ചു വിട്ടിട്ടുള്ള ഒരു ഭാഗം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്ന വേർ പോലെയും അവന് മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രവും രോഗശീലിച്ചവനുമായിരുന്നു. ഇവിടെ ഒരു വാക്കെടുക്കാനാണ് ഞാനത് വായിച്ചത്. 1-ാം വാക്യം നോക്കിയേ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും? The hand of God. യഹോവയുടെ കൈ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ പ്രവർത്തന നിരതമാക്കുന്നത് ആ കരങ്ങളാണ്. യഹോവയുടെ ഭുജം എന്ന് പറയുമ്പോൾ യഹോവയുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രൻ. നമുക്ക് അതോട് ചേർത്ത് അതേ അധ്യായത്തില് 10-ാം വാക്യത്തിന്റെ അവസാനം, 10-ാം വാക്യത്തിന്റെ അവസാനം, യെശയ്യാ 53-ന്റെ 10-ാം വാക്യത്തിന്റെ അവസാനം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. വണ്ടർഫുൾ. യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവന്റെ കൈ എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവാണ്. പിതാവ് എന്ത് ചെയ്യുവാൻ ഇച്ഛിച്ചോ അവനത് ചെയ്ത് തീർത്തു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ. എന്റെ ആഹാരം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. അവൻ ഡിലൈറ്റ് ചെയ്യുകയാണ്. അവന്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്ത് അവൻ അനുസരണമുള്ളവനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. എത്ര ആപ്റ്റാണ് യാഗത്തിൽ ആദ്യം അവനെ ഒരു കാളയായി വരച്ച് കാണിക്കുന്നത്. യജമാനെ അറിയുന്ന കാള, യജമാനു വേണ്ടി അധ്വാനിക്കുന്ന കാള, യജമാന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു തീർത്ത ദൈവത്തിന്റെ പുത്രൻ. ലേവ്യ പുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരാം. അവൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് തീർത്ത് അങ്ങനെ ജീവിച്ചാൽ പോരാ. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. ഓ സൗൽമാരെ ഒന്ന് നോക്കാട്ടെ. He shall slaughter the bullock before Jehovah. ആരായി അറുക്കുന്നത്? പല യാഗവസ്തുക്കളും പുരോഹിതന്മാരാണ് അറുക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കാളക്കിടാവിനെ അറുക്കേണ്ടത് കൊണ്ടുവന്ന വ്യക്തിയാണ്. കൊണ്ടുവന്ന വ്യക്തി അതിനെ അറുക്കണം. ചില പാഠങ്ങൾ നമുക്ക് അവിടെ പഠിക്കാം. നമ്മൾ കണ്ടു, ഒരു വീട്ടിൽ വെച്ചാണ് അതിനെ തെരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചതാണ്. അതിന്റെ പുറത്ത് ഊനമുണ്ടോ? ഏറ്റവും നല്ലൊരു കാളക്കിടാവിനെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ യാഗമായി അർപ്പിക്കാൻ കൊണ്ടുവന്ന മനുഷ്യൻ അതിനെ അറുക്കണം. ഇവിടെ യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്തു എന്ന് മാത്രമല്ല, പിതാവിനെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നു എന്ന് മാത്രമല്ല,
അവൻ നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു. അവന്റെ കൈ കൊണ്ട്, ആ കൊണ്ടുവന്ന വ്യക്തിയുടെ കരങ്ങൾ കൊണ്ട് തന്നെ ആ യാഗമൃഗത്തെ അറുക്കണം. He should appreciate the death of the Lord. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കണമായി. പിതാവിന് ഇത്രമാത്രം പ്രമോദമായി തീർന്ന അവന്റെ ജീവിതം, അവന്റെ ശുശ്രൂഷയും. പക്ഷേ എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ മരിക്കേണ്ടത് ആവശ്യം. ആ മരണത്തിന്റെ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മഹത്വം അത് മനസ്സിലാക്കാൻ അവന്റെ കരം കൊണ്ട് കാളക്കിടാവിനെ അറുക്കണം. എന്നാൽ 5-ാം വാക്യം നോക്കിയാട്ടെ. അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കുക. ഈ കാളക്കിടാവിന്റെ ചോര പുരോഹിതന്മാരാണ് ആ തളികത്തിൽ അത് ശേഖരിക്കുന്നത്. സഹോദരന്മാരെ, ആ ചോര കൊണ്ടുവന്ന് പ്രാകാരത്തിലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പുറത്ത്, അതായത് ജനങ്ങൾ കയറി വരുന്ന ഇടമാണ് പ്രാകാരം. ജനങ്ങള് ദേവാലയത്തിന്റെ ഉള്ളിൽ വരത്തില്ല. അവര് പ്രാകാരത്തിൽ വരും ദൈവത്തിന് യാഗമർപ്പിക്കാൻ, ദൈവത്തിന് കൊടുക്കുവാനൊക്കെ. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ആ യാഗപീഠത്തിന്റെ ചുവട് മുഴുവൻ ചോര കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എത്രയോ യാഗവസ്തുക്കളാണ്. ആ യാഗമൃഗങ്ങളുടെ ചോര മുഴുവൻ അതിന്റെ ചുവട്ടിൽ തളിക്കുക. ഈ കടന്നു വരുന്ന മനുഷ്യർക്കും അവൻ മരിച്ചതിന്റെ മഹത്വം മനസ്സിലാക്കുക, ദൈവത്തോട് അവരെ നിരപ്പിക്കുവാൻ, ദൈവസനിൽ അവൻ പ്രവേശനം ഉണ്ടാക്കി തരുവാൻ അവൻ മരിക്കേണ്ടതായി വന്നു. ആ ചോരയുടെ വില അവിടെ മനസ്സിലാക്കി തരികയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ഇതൊരു പബ്ലിക് മിനിസ്ട്രിയാണ്. നമ്മൾ നോക്കിക്കാട്ടെ 6-7 വാക്യം. അവൻ ഹോമയാഗത്തെ തോലുരിച്ചു, ഖണ്ഡം ഖണ്ഡമായി മുറിച്ചു. പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറകെടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതൻ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിന്റെ തീന്മേലുള്ള വിറകിന്മേൽ അടുക്കി വെക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ്? ഏതായാലും ഇത് ചാമ്പലായി തീരുകയാണ്. ഈ യാഗവസ്തുക്കളൊക്കെ എടുത്ത് എന്തിനാണ് അത് അടുക്കി വെക്കുന്നത്? അതങ്ങോട്ട് വാരിയിട്ടാ പോരെ യാഗപീഠത്തിൽ കത്തുന്ന തീയില്? ദൈവം എന്തിനാണ് അങ്ങനെ കൽപ്പിച്ചത്? നമ്മൾ ആരംഭത്തിൽ മനസ്സിലാക്കുക, അവൻ മരിക്കേണ്ടത് ആവശ്യമായി. എന്നാൽ അവന്റെ തോലുരിച്ചു. ഇവര് പുറമേ പരിശോധിച്ചപ്പോൾ ഒരു ഊനവുമില്ല. അതിന്റെ അകം നോക്കി, തോലുരിച്ചിട്ട് നോക്കി, എന്തെങ്കിലും ഊനമുണ്ടോ? ഇല്ല. കഷണങ്ങൾ മുറിച്ചു നോക്കി, ഒരു ഊനവുമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം നമുക്ക്, അവര് അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകും. വെള്ളം ദൈവജനത്തിന്റെ ചിത്രമാണ്. ഇൻവേർഡ് ആൻഡ് ലെഗ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. അകവും പുറവും കഴുകണം. ഈ വെള്ളം കൊണ്ട് കഴുകണം. എന്റെ സഹോദരന്മാരെ, പുറത്ത് യാതൊരു ഊനുമില്ല. തോലുരിച്ചപ്പോൾ ഊനുമില്ല. കണ്ണുങ്ങളെ മുറിച്ചു നോക്കി ഊനുമില്ല. എന്നിട്ടും എന്താണ്? അകവും കഴുകണം വെള്ളം കൊണ്ട്, അതിന്റെ കാലും കഴുകണം വെള്ളം കൊണ്ട്. ഇത് വലിയ സത്യം പഠിപ്പിക്കും. ഇൻവേർഡ് ആൻഡ് ലെഗ്സ്. ഇൻവേർഡ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അകത്തുള്ള അഫെക്ഷനും അവന്റെ അകത്തുള്ള സ്നേഹവും അവന്റെ അകത്തുള്ളതൊക്കെയാണ് ഇൻവേർഡ് എന്നുള്ള വാക്കിലൂടെ, അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ വന്ന കുടലെന്നുള്ള വാക്കിലൂടെ മനസ്സിലാക്കി തരുന്നത്. കാല് നടപ്പിനെ കാണിക്കും. അവന്റെ അകവും പുറവും വെള്ളം കൊണ്ട് കഴുകിയത്. നമ്മൾ ഓർക്കണം, ആ വെള്ളം ദൈവവചനമാണ്. അവൻ തന്നെത്താൻ ശുദ്ധീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവർ സാക്ഷാൽ ശുദ്ധീകരിക്കപ്പെടുന്നവരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കും. അവന്റെ അകവും അവന്റെ കാലും.
വെള്ളം കൊടുക്കുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് അറിയാം. ഞാൻ പറഞ്ഞു 1 യോഹന്നാൻ 3:5, അവനിൽ പാപമില്ല. ഇൻ ഹിം ഇസ് നോ സിൻ. പൗലോസ് പറഞ്ഞു അവൻ പാപം അറിഞ്ഞിട്ടില്ല. ഹി ന്യൂ നോ സിൻ. 2 കൊരിന്ത്യർ 5:21. ഹി ന്യൂ നോ സിൻ. പത്രോസ് എന്താ പറഞ്ഞത്? 1 പത്രോസ് 2:22, അവൻ പാപം ചെയ്തിട്ടില്ല. ആ വാക്കുകൾ നോക്കിയാട്ടെ. 3 അപ്പോസ്തലന്മാർ, 1 യോഹന്നാൻ 3:5, അവനിൽ പാപമില്ലായിരുന്നു. ഇൻ ഹിം ഈസ് സിൻ നോട്ട്. പൗലോസ് പറഞ്ഞു 2 കൊരിന്ത്യർ 5:21, ഹി ന്യൂ നോ സിൻ, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പത്രോസ് 1 പത്രോസ് 2:22 പറഞ്ഞു അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ ഇൻവേർട്സും അവന്റെ കാലും വെള്ളം കൊണ്ട് കഴുകി. എന്തിനു കഴുകി? നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവനെ തന്നെ അവൻ വിശുദ്ധീകരിച്ചു. എന്നെ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ആ യാഗവസ്തുവിനെ കൊന്നിട്ട് അതിന്റെ തോലുരിച്ചിട്ട് അതിന്റെ അകം കൂടെ അവർ നോക്കുക. ഇതാണ് എബ്രായലേഖനം 12:1. ദിസ് ഈസ് വാട്ട് ഹീബ്രൂസ് 12:1 നമുക്ക് വായിക്കാം. നമുക്ക് ദൈവപുത്രനിൽ ആശ്രയിച്ച് അകത്ത് കടന്നു വരുവാനുള്ള അവകാശം മാത്രമല്ല, ആകയാൽ നാമും സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാഗവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടസ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായി യേശുവിനെ നോക്കുക. ആ വാക്ക് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായി യേശുവിനെ നോക്കുക. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ലുക്കിംഗ് ഇൻ ടു ജീസസ്, ഇൻ ടു ജീസസ്, ലുക്കിംഗ് ഇൻ ടു ജീസസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അത് ആശയമാക്കുന്നത്? എക്സാമിനിങ് ഹിം, എക്സാമിനിങ് ഹിംസെൽഫ്. അവന്റെ അകത്തോട്ട് നോക്കുക. അവന്റെ സ്നേഹം, അവന്റെ സമർപ്പണം, അവന്റെ വിശുദ്ധി, അവന്റെ നീതീകരണം, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ അഭിലാഷങ്ങൾ. ലുക്കിംഗ് ഇൻ ടു ജീസസ്, യേശുക്രിസ്തുവിന്റെ അകത്തോട്ട് നോക്കുക. ഹീബ്രൂസ് 12:1 യേശുവിനെ നോക്കുക എന്ന് മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിൽ ലുക്കിംഗ് ഇൻ ടു ജീസസ് എന്നാണ്. യേശുക്രിസ്തുവിന്റെ അകത്തോട്ട് നോക്കുക. ഈ പുരോഹിതന്മാർ അതിന്റെ തോലുരിച്ച് അതിനെ ഖണ്ഡങ്ങളാക്കി, ആ ഖണ്ഡങ്ങളെ പലതും വെള്ളത്തിൽ കഴുകി അതിന്റെ ഉള്ളിലോട്ട് നോക്കിയതുപോലെ നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്ന ദൈവപുത്രനെ we have to look into him. ഞാൻ ഉത്തമഗീതത്തിന്റെ ഒരു വാക്യം ഓർത്തുപോയി. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഉത്തമഗീതം 2:3 ഞാൻ അവന്റെ നിഴലിലിരുന്നു. I sat under his shadow with great delight. വളരെ പ്രമോദത്തോടെ ഞാൻ അവന്റെ നിഴലിലിരുന്നു. അവന്റെ ബലങ്ങൾ എന്റെ അണ്ണാക്കിന് രുചിയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുകയാണ്, ഓരോന്നും ധ്യാനിക്കുകയാണ്. അവൻ എനിക്ക് തന്ന രക്ഷ, അവൻ എനിക്ക് തന്ന വീണ്ടെടുപ്പ്, അവൻ എനിക്ക് തന്ന നീതീകരണം, അവൻ എനിക്ക് തന്ന നിരപ്പ്, അവൻ എനിക്ക് തന്ന ശുദ്ധീകരണം. ഇങ്ങനെ ഓരോന്നും ധ്യാനിക്കുകയാണ്. ശൂന്യമി പറയുകയാണ്, His fruit was sweet to my taste. ഒരു വിശ്വാസി അവന്റെ ഉള്ളിലോട്ട് നോക്കി അവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ നിഴലിൽ ഇരിക്കുമ്പോൾ എത്രയോ പ്രമോദമാണ് അവരുടെ ഉള്ളിൽ കടന്നു വരുന്നതെന്ന് പ്രത്യേകം. ഈ ഹോമയാഗത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വമല്ലേ വരച്ചു കാണിക്കുന്നത്? അതെ, വരച്ചു കാണിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വിടാം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. അവിടെ ദൈവം എടുത്തൊരു കാര്യം പറഞ്ഞു. ഈ ശുശ്രൂഷ ചെയ്യുന്നതാരാ? അഹരോന്റെ പുത്രന്മാരായ പുരോഹിതൻ. അഹരോന്റെ മക്കളാണ് പുരോഹിതന്മാർ. അഹരോന്റെ പുത്രന്മാരെന്ന് എടുത്തു പറഞ്ഞു. സൗരന്മാരെ അവിടെ വരുന്ന് ശ്രദ്ധിക്കുക. അഹരോന് പുത്രിമാരുമുണ്ട്,
അഹരോന് പുത്രിമാരുണ്ട്. പക്ഷേ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അനുവദിച്ചത് അഹരോന്റെ പുത്രന്മാരെ. പഴയ നിയമ ഏടുകളിൽ ശ്രദ്ധിച്ചാലും ദേവാലയ ശുശ്രൂഷയിൽ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകളിലൊക്കെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത് അഹരോന്റെ പുത്രന്മാരാണ്. ഒരു പബ്ലിക് മിനിസ്ട്രിക്കും ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുത്രിമാരെ അനുവദിച്ചിട്ടില്ല. പുത്രിമാരെ അനുവദിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടെ അത് പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് കാണിക്കാം. നിങ്ങൾ 1 തിമോഥെയോസ് എന്ന് എടുത്താട്ടെ, 2-ാം അധ്യായം. 1 തിമോഥെയോസ് 2-ാം അധ്യായം. 1 തിമോഥെയോസ് 2-ാം അധ്യായം എടുക്കുമ്പോൾ ഇതൊരു ഉപദേശ വിഷയം കൂടെ ആയതുകൊണ്ട് ആ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടിയ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്. അവിടെ സകല മനുഷ്യരും എന്നുള്ള വാക്ക് നമുക്കറിയാം, ഗ്രീക്കിലാണ് ഈ ഭാഗം എഴുതിയത്. ആന്ത്രപ്പോസ്. ആന്ത്രപ്പോസ് ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞാൽ മാൻകൈൻഡ് വ്യൂഡ് ജനറലി. സ്ത്രീയും പുരുഷനും എല്ലാം ഉണ്ട് അതിനകത്ത്. സകല മനുഷ്യരും എന്ന വാക്കിൽ സ്ത്രീയും പുരുഷനുമുണ്ട്, ആന്ത്രപ്പോസ്. എന്നാൽ അതേ അധ്യായം പറഞ്ഞു വരുമ്പോൾ പൗലോസ് ശുശ്രൂഷകളെ കുറിച്ച് പറയുകയാണ്. ആ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ 8-ാം വാക്യം നോക്കിയാട്ടെ. ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ 8-ാം വാക്യം നോക്കിയാട്ടെ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധതകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. അവിടെ പുരുഷന്മാരെന്നുള്ളത് അനർ എന്ന വാക്കാണ്. അനർ അനർ എന്നുള്ള വാക്കിന്റെ അർത്ഥം മെയിൽ എന്നാണ്, പുരുഷൻ. നമ്മൾ ഓർക്കണം, 1-ാം വാക്യത്തിൽ മനുഷ്യരെ ജനറലി പറഞ്ഞിട്ട് സഭയിൽ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞു അനർ അല്ലെങ്കിൽ മാൻ, മലയാളത്തിൽ പുരുഷന്മാർ. സഭയിൽ ശബ്ദമുയർത്തി സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാമോ? ഈ വാക്യം പറയുന്നു പാടില്ല. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടതെന്ന് വിശുദ്ധകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തീർന്നില്ല. 11ഉം 12ഉം വാക്യം നോക്കിയാട്ടെ. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ദൈവം സ്ത്രീകളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവമാണ്, പുരുഷനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമാണ് പറയുന്നത് പുരുഷന്മാർ വേണം. പഴയ നിയമത്തിൽ അഹരോന്റെ പുത്രന്മാർ വേണം യാഗങ്ങൾ അർപ്പിക്കാൻ, അതിന്റെ കഷണങ്ങൾ കഴുകുവാൻ, അത് യാഗപീഠത്തിൽ അടുക്കി വെക്കാൻ. അവിടെ അഹരോന്റെ പുത്രിമാർക്ക് അനുവാദം കൊടുത്തിട്ടില്ല. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പുതിയ നിയമസഭയിൽ സ്ത്രീകളെ ഉപദേശിപ്പാനോ പ്രാർത്ഥിക്കാനോ അനുവദിച്ചിട്ടില്ല. ഒരു വാക്യം കൂടെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം. അതിന്റെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14 അല്ലേ? 14-ന്റെ 34 തൊട്ടുള്ള വാക്യം. 14-ാം അധ്യായത്തിന്റെ 34 തൊട്ടുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ വളരെ ശ്രദ്ധിക്കുക. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ വാക്കുണ്ടോ? വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ. എല്ലാ സഭകളിലുമുള്ള രീതി എന്താണ്? ആ രീതി പോലെ തന്നെ സ്ത്രീകൾ സഭായോഗത്തിൽ മിണ്ടാതിരിക്കട്ടെ. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ. ലോകത്തിൽ അന്നുള്ള എല്ലാ സ്ഥലസഭകളിലും വിശുദ്ധന്മാരുടെ ഇടയിൽ സ്ത്രീകൾ മൗനമായിരുന്നു. അതുപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കണം. തീർന്നില്ല.
താഴോട്ട് വായിക്കാം. 35 അതിന്റെ ബാക്കി ഭാഗം. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. വളരെ വ്യക്തമായി പുതിയ നിയമ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ സഭായോഗത്തിൽ മൗനമായിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, ദൈവം നിഷ്കർഷിച്ചു അഹരോന്റെ പുത്രന്മാർ വേണം യാഗവസ്തുക്കൾ അർപ്പിക്കാൻ, യാഗവസ്തുക്കൾ കഴുകാൻ, യാഗവസ്തുക്കൾ അടുക്കി വെക്കാൻ. അവിടെയുള്ള പബ്ലിക് മിനിസ്ട്രി മുഴുവൻ അഹരോന്റെ പുത്രന്മാർ ചെയ്യുന്ന പോലെ പുതിയ നിയമത്തിലും നമ്മൾ കണ്ടു. സർവ സഭകളിലും എന്ന പോലെ സഭായോഗങ്ങളിൽ സ്ത്രീകൾ മൗനമായി. ഇന്നത്തെ കാലത്ത് സ്ത്രീകള് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുന്നു പുരുഷന്മാരിയ്ക്കുമ്പോൾ. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു പ്രമാണമാണ് അത്. എടുത്ത് പ്രത്യേകം നോക്കാം. എന്നാല് ഈ അഹരോന്റെ പുത്രിമാർക്ക് ഈ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം. അഹരോന്റെ പുത്രന്മാർ പോലും അശുദ്ധി അവരുടെ മേലുള്ളപ്പോൾ അവർക്കത് ഭക്ഷിപ്പാൻ അനുവാദമില്ല. നമ്മള് ദൈവഹിതമാണ് ആരായുന്നത്. ദൈവത്തിന്റെ ഹിതം ആരായുകയും ദൈവഹിതത്തിന് അനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കുകയും ചെയ്യുവാൻ കടംപെട്ടവരാണ്. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. മനുഷ്യർ പറയുന്ന ആലോചനയല്ല. ദൈവ വചനത്തിൽ എന്ത് പറയുന്നോ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അന്ത്യനാളിൽ നമ്മളെ ന്യായം വിധിക്കുന്നതും ഈ വചനമാണെന്നുള്ളത് പ്രത്യേകം മറക്കാതെ ഓർക്കുക. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ കുറെ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചു, ഞാൻ എടുക്കുന്നില്ല. ദൈവാനുവശാൽ അടുത്ത ക്ലാസ്സിന് അത് എടുക്കാം. അത് ഒരു പ്രത്യേക പഠനമാണ്, അല്പസമയം വേണം. ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.